വിച്ച് ക്രാഫ്റ്റ് അല്ലെങ്കിൽ മന്ത്രവാദം പുരാതന മെസ്സപ്പൊട്ടോമിയ മുതൽ തന്നെയുണ്ട്. പക്ഷേ സ്ത്രീകളെ കൂടുതലായും ടാർഗറ്റ് ചെയ്യുന്ന വിച്ച് ക്രാഫ്റ്റ് മധ്യകാലഘട്ടത്തിലെ യൂറോപ്പിലാണ് പോപ്പുലർ ആവുന്നത്. അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തൊരു പ്രധാന റീസൺ ഈസ് അവിടെ പോപ്പുലറായ മതം. ഈ സമൂഹത്തിൽ മതവിശ്വാസം കൂടി വന്നപ്പോൾ മനുഷ്യജീവിതത്തിൽ നടക്കുന്ന സന്തോഷം, സമാധാനം, നല്ല ആരോഗ്യം, നല്ല കൃഷിയിലെ വിളവ് ഇവയൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹമായി പലരും കണ്ട് ദൈവത്തെ ആരാധിച്ചു പോന്നു. അങ്ങനെ വന്നപ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിൽ ഇതിൻ്റെയൊക്കെ എക്സാക്ട് ഓപ്പോസിറ്റും അസുഖങ്ങളുണ്ടാവാം, സങ്കടം വരാം, ദേഷ്യം വരാം, വേണ്ടപ്പെട്ടവരുടെ മരണം, കാലാവസ്ഥയിലെ വ്യത്യാസങ്ങൾ കാരണം കൃഷിനാശം. ഈ സാഹചര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടം വരുത്തുന്നതും വേദന ഉണ്ടാക്കുന്നതും ആയതുകൊണ്ട് ഇവയൊക്കെ ദൈവത്തിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റായ പൈശാചികതയ്ക്ക് കൊടുത്തു. 1000 BCEക്കും 500 BCEക്കും ഇടയിൽ എഴുതപ്പെട്ട ഹീബ്രു ബൈബിളിൽ തുടങ്ങി പല മതഗ്രന്ഥങ്ങളിലും ഈ പറഞ്ഞ പൈശാചികത പേഗൻ ചടങ്ങുകളുമായി ബന്ധപ്പെടുത്താൻ ആരംഭിച്ചു. അവിടെ തുടങ്ങി 4ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്ത്യാനിറ്റി യൂറോപ്പിൽ വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ മതപണ്ഡിതന്മാർ, മതപുരോഹിതന്മാരൊക്കെ സ്ത്രീകളെ പ്രലോഭനങ്ങളും ആത്മീയ വീഴ്ചയ്ക്കും ഈസിലി വഴങ്ങപ്പെടുന്നവരായി ചിത്രീകരിക്കാൻ തുടങ്ങി. അതിനവരെ സഹായിക്കാനായി പലപ്പോഴും ഉദാഹരണമായി തിരഞ്ഞെടുത്തത് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച ഹവ്വയുടെ കഥയായിരുന്നു. ഇപ്പോഴും സ്ത്രീ എന്ന വർഗത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ എക്സാമ്പിളായി എടുക്കുന്നത് ഈ ഒരു ഇൻസിഡൻ്റാണ്. ദാറ്റ് സ്റ്റോറി ഈസ് ക്വൈറ്റ് ഇൻഫ്ലുവൻഷ്യൽ. അതുകൂടാതെ പിന്നീട് സ്ത്രീകളെ മന്ത്രവാദികളായി അക്യൂസ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു പുസ്തകമായിരുന്നു 1487 ഹെൻറിച്ച് ക്രേമർ എഴുതിയ ദ മാലിയസ് മാലിഫിക്കറം ഓർ ദി ഹാമർ ഓഫ് വിച്ചസ്. 3 ഭാഗങ്ങളായാണ് ഈ പുസ്തകത്തെ വിഭജിച്ചിട്ടുള്ളത്. 1ാം ഭാഗത്തിൽ വിച്ചുകളും അവരുടെ പ്രവൃത്തികളും ദൈവത്തിനും ചർച്ചിനും എതിരായിരുന്നുവെന്നും ബൈബിളിലെയും മറ്റ് വാചകങ്ങളും ഈവിൻ്റെ കഥയും ഉദാഹരണങ്ങളാക്കി സ്ത്രീകൾക്കാണ് ആത്മീയത കുറവും അതുകൊണ്ട് മോറലി പിശാചുമായി ബന്ധം പുലർത്തി അമാനുഷികത കൈവരിക്കാൻ സാധ്യത കൂടുതലെന്ന തരത്തിൽ വിച്ചുകളുടെ എക്സിസ്റ്റൻസിന് തിയോളജിക്കൽ ജസ്റ്റിഫിക്കേഷൻ കൊണ്ടുവന്നു. 2ാം ഭാഗത്തിൽ വിച്ചുകളെ എങ്ങനെ തിരിച്ചറിയാമെന്നും 3ാം ഭാഗത്തിൽ വിച്ചുകളെ എങ്ങനെ ശിക്ഷിക്കാമെന്നും ഇയാൾ എഴുതി. യൂറോപ്പിൽ നടന്ന മാസായിട്ടുള്ള വിച്ച് ട്രയൽസിനും എക്സിക്യൂഷൻസിനും ഒരു പ്രധാന പങ്ക് വഹിച്ചത് ഈ പുസ്തകമായിരുന്നു. ആദ്യത്തെ ഫോമലായ ഒരു വിച്ച് ട്രയൽ നടക്കുന്നത് സ്വിറ്റ്സർലാൻഡിലെ ഒരു ഗ്രാമത്തിലാണ്. ലെറ്റ്സ് ട്രാവൽ ത്രൂ ദാറ്റ് ടൈം ആൻഡ് സീ ഹൗ ഇറ്റ് വർക്ക്ഡ്. 15ാം നൂറ്റാണ്ട്. ക്രിസ്ത്യാനിറ്റിയുടെ വിശ്വാസങ്ങളും ആ വിശ്വാസങ്ങളുള്ളവർ ഉന്നത സ്ഥാനത്തിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ്. ഇവരുടെ വിശ്വാസത്തിന് വിപരീതമായതിനെ എന്തും, അതിപ്പോൾ മനുഷ്യൻ്റെ നിറവായാലും ചികിത്സാരീതി ആയാലും ശാസ്ത്രമായാലും അംഗീകരിക്കപ്പെടാൻ ബുദ്ധിമുട്ടുള്ളൊരു സമൂഹമായിരുന്നു. സാധാരണ കാലക്രമേണ ഉണ്ടാകുന്ന രോഗങ്ങളും കൃഷിനാശവും കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നതും പ്രകൃതി ദുരന്തങ്ങളും പിശാചിൻ്റെ പ്രവൃത്തിയായി ഈ സമൂഹ